കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഹബക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം പുതുവർഷത്തോടുള്ള ബന്ധത്തിൽ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഒന്ന്, കഴിഞ്ഞ 12 മാസങ്ങൾ ദൈവം നടത്തിയതിനുള്ള നന്ദി. അത് പറഞ്ഞാൽ തീരുകയില്ല, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നാൽ നന്ദി മാത്രമേ ഉള്ളൂ. വാഗ്ദത്തങ്ങൾ കിട്ടി, പക്ഷേ കർത്താവേ അത് നിറവേറിയില്ല, ഒരിച്ഛാഭംഗം കിടക്കുന്നു. അപ്പോൾ ആവശ്യവും നന്ദിയും കൃതജ്ഞതയും പ്രാർത്ഥനയും ലിങ്കാകുന്നതാണ് പുതുവർഷവും പഴയ വർഷവും ചേരുന്ന ഡിസംബർ ജനുവരി മാസങ്ങൾ. നന്ദി പറയണം, പ്രാർത്ഥിക്കണം. തന്നതിന് നന്ദി, കിട്ടാനുള്ളതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിൽ പരിശുദ്ധാത്മാവിന് ഒരു വിഷമവും ഇല്ല. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹോശേയയുടെ പുസ്തകം 14-ാം അധ്യായം 2 മുതൽ പറയുന്നു, നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് ഞങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിച്ച് കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. കണ്ടോ, കൈക്കൊള്ളണമേ എന്നൊരു പ്രാർത്ഥന. പിന്നെ പറയുന്നു, ഞങ്ങൾ സ്തോത്രം ചെയ്യും. അധരാർപ്പണമായ കാളകൾ, അതെന്താണ്? സ്തോത്രം എന്ന യാഗം. നന്ദി പറയുക. ഹൃദയത്തിൽ നിന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പ്രാർത്ഥന കിട്ടിയാൽ പോലും, ആവശ്യങ്ങൾ സാധിച്ചാൽ പോലും നന്ദി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു ബന്ധനം മനുഷ്യരുടെ മേൽ സാത്താനിടുന്നു, ലോകമിടുന്നു. കയ്യിനെക്കുറിച്ച് നമ്മൾ കാണുന്നത്, അവൻ കർത്താവിനെ യാഗമർപ്പിക്കാൻ വന്നു. കർത്താവ് അവന് പ്രസാദിച്ചില്ല, അവൻ്റെ അനുജനിൽ പ്രസാദിച്ചു. അതുകൊണ്ട് ഇവൻ്റെ മുഖം വാടി. അപ്പോൾ പിന്നെ ഇവന് സ്തോത്രം പറയാൻ കഴിയുകയില്ല. കർത്താവ് വന്നിട്ട് ഇവനോട് സംസാരിച്ചു. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. ആരാധനയിൽ തോറ്റുപോയവനെ, ജീവിതത്തിൽ തെറ്റുപറ്റിയവന് കർത്താവിൻ്റെ ദൂത് വരികയാണ്. പാപത്തിൻ്റെ പടിവാതിക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് പെരേടകത്ത് കയറും. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നീ നാവ് കൊണ്ടാണ് പറയുന്നത്, കീഴടക്കിയില്ല അത് ഹൃദയത്തിൽ കയറിയെന്ന് പറയും. ഇതാണ് സംഭവിക്കുന്നത്. ഇവനത് മനസ്സിലായില്ല, കാര്യമാക്കിയില്ല, പറഞ്ഞത് ദൈവമാണെന്ന് ഓർത്തില്ല. വായിലിരുന്ന പാപം ഹൃദയത്തിൽ കയറി. ഹൃദയത്തിലിരുന്ന് പാപം പറഞ്ഞു, അനുജനെ വിളിക്ക്, വയലിലോട്ട് പോകാമെന്ന് പറഞ്ഞു. വയലിൽ കൊണ്ടുപോയി ഹൃദയത്തിലിരുന്ന പാപം പറഞ്ഞു, അവനെ കൊന്നു. ഹൃദയത്തിൽ പാപം, വാക്കിൽ വേറൊന്നായി പാപം ചെയ്യുന്ന മനുഷ്യൻ. യോഹന്നാൻ അപ്പോസ്തലൻ, പ്രാവ് എന്ന് വിളിക്കപ്പെടുന്ന അപ്പോസ്തലൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. അദ്ദേഹം പറയുന്നു, കയീൻ എന്തുകൊണ്ടാണ് ഹാബേലിനെ കൊന്നത്? സഹോദരൻ നന്നായിട്ട് ജീവിക്കുന്നു, എനിക്ക് നന്നാകാൻ പറ്റിയില്ല. എടാ, നിനക്ക് അവനെപ്പോലെ ആകാൻ പാടില്ല. അതിനെൻ്റെ ഈഗോയിസം സമ്മതിക്കുകയില്ല. എനിക്ക് അവനെപ്പോലെ ചെയ്തിട്ട് നന്നാകണ്ട, എനിക്ക് അവനെ ഫോളോ ചെയ്യണ്ട. ദൈവത്തിൽ നിന്ന് നേരിട്ട് വല്ലതും തരാനുണ്ടേത്താ, ഞാനും വന്നതല്ലേ. ദൈവസ്വരം കേട്ടിട്ടും കീഴടങ്ങാതെ സാത്താൻ ഇടം കൊടുത്തു. അത് കൊലപാതകത്തിൽ കലാശിച്ചു. മരിച്ചവൻ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരാധനയിൽ ജയിച്ചവൻ ഒരിക്കലും തോക്കില്ല, അവൻ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സമാനമായൊരു വ്യക്തിയാണ് ഏസാവ്. അപ്പന് നല്ല വേട്ട ഇറച്ചിയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൻ അനുഗ്രഹിക്കാമെന്നും പറഞ്ഞു. പക്ഷെ അനുഗ്രഹം അവൻ്റെ അനിയൻ തട്ടിയെടുത്തപ്പോൾ അനിയനേക്കാൾ ദേഷ്യം അപ്പനോടായി. ഈ അപ്പൻ എന്തായി പറയുന്നത്? എന്നെ യാക്കോബിനെ തിരിച്ചറിയാൻ പറ്റുകയല്ലേ? സ്വരം കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുകയല്ലേ? തൊട്ട് നോക്കി അറിയാൻ പറ്റുകയല്ലേ? പിന്നെ അപ്പൻ എന്നെ മനഃപൂർവ്വം ചതിക്കായിരുന്നു. എന്തുദ്ദേശിച്ചാണ് അവനെ അനുഗ്രഹിച്ചതെന്ന് പറഞ്ഞ് അപ്പനോട് ദേഷ്യമായി. അപ്പനോട് ദേഷ്യമായെന്ന് മാത്രമല്ല, അപ്പന് ഇഷ്ടമില്ലാത്ത എന്താണ് തിരക്കി നടക്കുക, അത് ചെയ്ത് അപ്പനെ വിഷമിപ്പിക്കാൻ. ദൈവം തൻ്റെ പ്രവൃത്തികളിലെല്ലാം നീതിമാനാണ്. യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പന് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു, അവൻ്റെ സഹോദരന്മാർക്ക് അവനെ പ്രഭുവാക്കി, ഞാൻ അവനെ അനുഗ്രഹിച്ച് അവൻ അനുഗ്രഹിക്കപ്പെട്ടു മരിക്കും. ഇനി ഞാൻ നിനക്ക് എന്ത് തരേണ്ടു മകനെ? അവൻ നിലവിളിച്ചിട്ട് പോയി. കാരണം അവന് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഹെബ്രായ ലേഖനം പറയുന്നു, ദുർനടപ്പുകാരൻ, അഭക്തൻ. ഈ 2 കാര്യം വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് തള്ളപ്പെട്ടത്. അനുഗ്രഹം കിട്ടുമായിരുന്നു. അവൻ ഗുണവാനായിരുന്നെങ്കിൽ, നീതിമാനായിരുന്നെങ്കിൽ, നന്നാകാൻ മനസ്സുള്ളവനായിരുന്നെങ്കിൽ, ദുഃഖം അവൻ അനുതാപത്തിലേക്ക് നയിച്ചിരുന്നെങ്കിൽ, അനുഗ്രഹത്തെ തൊട്ട അപ്പുറത്തെ അധ്യായത്തിൽ മെയിൻ അനുഗ്രഹം കിടക്കുക, അബ്രഹാമിൻ്റെ അനുഗ്രഹം. പിന്നീടാണ് ഇസഹാക്ക് യാക്കോബിന് കൊടുക്കുന്നത്. എല്ലാം കൊടുത്തെന്ന് പറഞ്ഞ അപ്പൻ
ഹാരാനിലേക്ക് പോകാൻ നേരം യാക്കോബിനെ വിളിച്ച് വീണ്ടും അനുഗ്രഹിച്ചു. കണ്ടോ, കർത്താവിൻ്റെ ഈ സ്റ്റോക്കുണ്ട്. പിശാച് പറയും, ലോകം പറയും, നമ്മുടെ മനസ്സ് പറയും, എല്ലാ വാതിലും അടഞ്ഞു, ഇനി രക്ഷയില്ല, ചാൻസ് എല്ലാം പോയി. ഇല്ല, ഒരിക്കലുമില്ല. കർത്താവിൻ്റെ കയ്യിൽ അനുഗ്രഹമുണ്ട്. അതൊരു അഭക്തനുള്ളതല്ല, അതൊരു ദുർനടപ്പുകാരനുള്ളതല്ല, അതൊരു ഭക്തനുള്ളതാണ്, അതൊരു ഗുണവാനുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ ലേഖനങ്ങളാൽ വിഷമിപ്പിച്ചു, നിങ്ങൾ ദുഃഖിച്ചു, എങ്കിലും നിങ്ങളുടെ ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കിയതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ മാനസാന്തരത്തെ ഉളവാക്കണം. ഈ വർഷം തീരുമ്പോൾ ചില കാര്യങ്ങൾ നടന്നില്ല, ചില വിഷയങ്ങളിൽ പ്രാർത്ഥന ദൈവം കേട്ടില്ല, ദുഃഖമുണ്ട്. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടില്ല, ദുഃഖമുണ്ട്. ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കിയാൽ ശ്രേഷ്ഠമായത് തരാൻ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ചില നല്ല തീരുമാനങ്ങൾ എടുക്കണം. വിശുദ്ധന്മാരെ, പഴയ നിയമ വീരന്മാരെ നോക്കിയാൽ അവരൊക്കെ ഒരു തീരുമാനമെടുത്തതോടുകൂടി പിശാചും ലോകവും ജഡവും സാത്താനും അപ്സെറ്റായി. മോശെ വളർന്നപ്പോൾ തീരുമാനമെടുത്തു, എനിക്ക് ഈ ലോക ഇമ്പം താല്പര്യമില്ല, ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നതാണ് നല്ലത്. ആ തീരുമാനത്തിൻ്റെ മുമ്പിൽ സാത്താനും ലോകവും ജഡവും ഭയന്നു വിറച്ചു. അവിടെയാണ് മോശയുടെ വിജയം തുടങ്ങുന്നത്. അക്ഷരികമായിട്ട് നോക്കുമ്പോൾ ആ മനുഷ്യൻ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തുപോയി മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞു. നോ, ആ മനുഷ്യൻ ജയാളിയായിട്ടാണ് അവിടെ അലഞ്ഞാടുന്നത്. മനുഷ്യൻ കരഞ്ഞത് ജയാളിയായിട്ടാണ്. ജയാളികൾ ചിരിക്കുന്നൊരു കാലത്തിൽ ആത്മീയൻ, കരയുന്നവൻ ജയാളി. അത് സ്വർഗത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കരയുന്ന ജയാളികൾ, ഞങ്ങൾ ലജ്ജിച്ചു പോകയില്ല എന്നറിയുന്ന ജയാളികൾ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ വരും എന്ന് വിശ്വസിക്കുന്ന ജയാളികൾ, ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന ഒരുവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജയാളികൾ, ജഡപ്രകാരം പോരാടാത്ത ജയാളികൾ, ലോകപ്രകാരം ചലിക്കാത്ത ജയാളികൾ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പുതുവർഷത്തിൽ ദൈവം നിങ്ങളെ ഒരു ജയാളിയാക്കട്ടെ, മാനിക്കട്ടെ, ആത്മസംതൃപ്തിയോടെ, ഒരു രാജാവിൻ്റെ മനസ്സോടെ, കർത്താവിനെ അധികം വാഴ്ത്തുന്നവനായി, കർത്താവിൻ്റെ സന്തത സഹചാരിയായി, പ്രിയനായി, പ്രിയയായി പുതുവർഷം നിങ്ങൾക്ക് തീരട്ടെ. ദൈവം നിങ്ങളെ സകല നന്മകളാലും അനുഗ്രഹിക്കട്ടെ. ആമേൻ.